നമസ്കാരം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM എന്ന പാർട്ടിക്ക്, അതായത് LDFിലെ എല്ലാ കക്ഷികൾക്കും ഉണ്ടായിട്ടുള്ള വലിയൊരു പരാജയത്തിൻ്റെ ഉത്തരവാദി എന്ന് പറയുന്നത് പിണറായി വിജയൻ്റെ മോശം ഭരണം, അതായത് പിണറായി വിജയൻ തന്നെയാണ് ഇതിലെ പ്രധാന ഘടകം എന്ന് പറയുന്നത്. CPMന് LDFന് ഭരണം നഷ്ടപ്പെടാൻ കാരണം പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ ഭരണ പരാജയം തന്നെയാണെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് UDFന് ഇത്രയധികം മെജോറിറ്റിയിൽ ഭരണത്തിലെത്താനായിട്ട് പറ്റിയത്. പുതിയൊരു പ്രതിപക്ഷ നേതാവാകാനുള്ള നല്ല കമാൻഡിങ് പവറുള്ള, അതായത് അണികളെ ശക്തമായിട്ട് പാർട്ടി പിടിച്ചു നിർത്താനും അതോടൊപ്പം നിയമസഭയിൽ ശക്തമായിട്ട് ഭരണപക്ഷത്തിനെതിരെ വിരലുയർത്തിക്കൊണ്ട് ശക്തമായ ഭാഷയിൽ സംസാരിക്കാൻ, അവരെ കിടുകിട വിറപ്പിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവാകാൻ ശ്രീ പിണറായി വിജയന് കഴിയില്ല എന്ന് തന്നെയാണ് അവിടുത്തെ ഇത്രയും ദിവസത്തെ പെർഫോമൻസ് കാണുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവുന്നത്. എഴുതി കൊടുത്തത് വായിക്കുക എന്നല്ലാതെ പുതിയൊരു സംഭവം ഭരണപക്ഷത്തിനെതിരെ ഏതൊരു പ്രശ്നത്തിലും ഇടപെട്ടുകൊണ്ട് ശക്തമായിട്ട് സംസാരിക്കാൻ ഇനി പിണറായി വിജയന് കഴിയുമെന്ന് തോന്നുന്നില്ല. LDFിലോ അല്ലെങ്കിൽ CPMലോ കൂടുതൽ ശക്തരായ നേതാക്കൾ നിയമസഭയിൽ ഇല്ല. ശക്തന്മാരായ ആളുകളെല്ലാം പിണറായി മുമ്പ് തന്നെ ഒതുക്കിക്കളഞ്ഞു. CPMലെ LDFിലെ, അതായത് പ്രധാനപ്പെട്ട കക്ഷിയായിട്ടുള്ള CPMലെ ശക്തരായ നേതാക്കളെല്ലാം പിണറായി വിജയൻ മുമ്പ് തന്നെ ഒതുക്കി നിർത്തിയിരുന്നു. അതായത് ജയരാജന്മാരായ 3 ജയരാജന്മാരും, PK ശ്രീമതിയും, KK ശൈലജയും, അതേപോലെ തോമസ് ഐസക്ക്, G സുധാകരനെ ഒതുക്കിയതോടുകൂടി G സുധാകരൻ പാർട്ടി മാറി കോൺഗ്രസിന്റെ പിന്തുണയോടെ കൂടിയാണ് അമ്പലപ്പുഴയിൽ ജയിച്ചത്. അപ്പോൾ അതേപോലെ ശക്തരായ പാർട്ടി അണികളെ പിടിച്ചു നിർത്താൻ കഴിവുള്ള ശക്തരായ നേതാക്കളെല്ലാം ഈ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സംഘം ഒതുക്കിക്കളഞ്ഞു. പിണറായി വിജയനും പാർട്ടി സെക്രട്ടറിയായ MV ഗോവിന്ദനും ചേർന്നാണ് ഈ CPM എന്ന പാർട്ടിയുടെ പരാജയത്തിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതാ കുറച്ച് ദിവസങ്ങളായിട്ട് CPMൽ അതിർത്തി പുകയാണ്. ഈ പിണറായി വിജയനെതിരെയും MV ഗോവിന്ദനെതിരെയും ആ പാർട്ടിക്കുള്ളിൽ തന്നെ അപസ്വരങ്ങൾ ഉണ്ടാവുന്നു. ഇവർക്കെതിരെ ഒരു ഒളിയം പെയ്തുകൊണ്ടുള്ള വാക്കുകൾ പറയുന്നു. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ KK രാഗേഷിന്റെ ഒരു പ്രസ്താവനയ്ക്കെതിരെ കണ്ണൂരുള്ള നേതാക്കൾ തന്നെ അതിനെ തിരുത്തുന്ന വിധത്തിലാണ് സംസാരിച്ചത്. പിണറായിക്കും ഗോവിന്ദനും എതിരെ ഒരു കാര്യം പറയുക എന്ന് പറയുന്നത്, അവർക്കെതിരെ ഒരു പ്രസ്താവന നടത്തുക എന്നത് കുറച്ച് വർഷങ്ങളായിട്ട് ഉണ്ടായിരുന്നില്ല. അത് പിണറായി സമയമായിരുന്നു പാർട്ടിയിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് കനത്ത പരാജയം ഈ CPMന് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏറ്റുവാങ്ങേണ്ടി വന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം EP ജയരാജനും അതോടൊപ്പം തന്നെ PK ശ്രീമതി, KK ശൈലജയൊക്കെ ഈ KK രാഗേഷ് എന്ന് പറയുന്ന ജില്ലാ സെക്രട്ടറിയുടെ ഒരു പ്രസ്താവനയ്ക്കെതിരെ അവിടെ ശബ്ദം ഉണ്ടാക്കുകയുണ്ടായി. അവർ അതിനൊരു പ്രസ്താവനയ്ക്ക്, KK രാഗേഷിന്റെ പ്രസ്താവനയ്ക്ക് വിപരീതമായിട്ട് അവർ പറഞ്ഞു, അയാൾ പറഞ്ഞത് ശരിയായില്ല, അതൊന്ന് ശ്രദ്ധിക്കണമായിരുന്നു എന്നൊക്കെ പറയുകയുണ്ടായി. ഇങ്ങനൊരു സംഭവം മുൻപ് ഉണ്ടായിട്ടില്ല. അപ്പോൾ പാർട്ടിക്കുള്ളിൽ തന്നെ പ്രശ്നങ്ങൾ ഉടലെടുക്കുകയാണ്. പിണറായിയെയും ഗോവിന്ദനെയും ഉന്നമിട്ടുകൊണ്ടാണ് പാർട്ടിയിലെ സകല നേതാക്കളും ഇപ്പോൾ അവരുടെ പ്രസ്താവനകൾ നടത്തുന്നത്. ഇവരെ രണ്ടുപേരെയും പുറത്താക്കിക്കൊണ്ട് പുതിയൊരു വിഭാഗീയത പാർട്ടിയിൽ വീണ്ടും ഉടലെടുക്കുന്നു. പിണറായി VS കാലഘട്ടത്തായിരുന്നു 2 ഗ്രൂപ്പായിട്ട് വിഭാഗീയത ഉണ്ടായിരുന്നത്. അതിനുശേഷം ഇതാ പിണറായി ഗോവിന്ദൻ ടീമുകളെ ഒതുക്കാനായിട്ട്, അവരെ മാറ്റി നിർത്താനായിട്ട് പുതിയൊരു ടീം CPM എന്ന പാർട്ടിയിൽ രൂപപ്പെട്ടു വരുന്നതിൻ്റെ ലക്ഷണങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുവരുന്നത്. തീർച്ചയായും പിണറായി വിജയനും MV ഗോവിന്ദനൊക്കെ പാർട്ടിയിൽ നിന്ന് മാറുകയാണെങ്കിൽ തീർച്ചയായും ഈ പാർട്ടി 5 വർഷം കഴിയുമ്പോൾ വീണ്ടും അധികാരത്തിൽ വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ കാര്യമായിട്ട് നിയമസഭയിൽ പെർഫോമൻസ് ഒന്നും ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ഒരു പ്രതീക്ഷയില്ലാത്തൊരു അവസ്ഥയിലായിരിക്കും അണികൾക്ക് അടുത്ത 5 വർഷം കഴിഞ്ഞാൽ ഭരണം കിട്ടുമോ ഇല്ലയോ എന്നുള്ള പ്രതീക്ഷ ഉണ്ടാവാൻ സാധ്യതയില്ല.